ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ ഈസി ആയിട്ട് നമുക്ക് കുറഞ്ഞ ടൈം കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റോട് കൂടിയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്സിൻ്റെ റെസിപ്പിയാണ്. റംലാനിക്ക് ആയിക്കോട്ടെ, ഈവനിങ് ആയിക്കോട്ടെ, നമുക്ക് കുറഞ്ഞ ടൈം കൊണ്ട് കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് കൊണ്ട് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്നാക്സിൻ്റെ റെസിപ്പിയാണ് ഇത്. എണ്ണയിൽ മുക്കി പൊരിക്കേണ്ട, അതേപോലെ തന്നെ മാവ് കുഴയ്ക്കുകയും വേണ്ട, മസാല വഴറ്റുകയും വേണ്ട. അപ്പോൾ ഇത്ര ഈസി ആയിട്ടുള്ള ഈ ഒരു സ്നാക്സ് എങ്ങനെയാണ് നമുക്ക് ഉണ്ടാക്കുന്നതിന് നോക്കാം. അപ്പോൾ അതിന് മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക, അടിയിലുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഞാനിപ്പോൾ ഇതിലെ ഫില്ലിംഗ് ഒന്ന് റെഡിയാക്കി എടുക്കുകയാണ്. അതിനായിട്ട് 4 ചെറിയ കഷ്ണം ചിക്കൻ എല്ലില്ലാത്ത പീസ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിനകത്തേക്ക് ഉപ്പും കുരുമുളകും ഇട്ട് ഒന്ന് വേവിച്ച് എടുത്തതാണ് കേട്ടോ. എന്നിട്ട് വേവിച്ചതിന് ശേഷം ഞാൻ ഇതേപോലെ ഒന്ന് ചെറുതാക്കി ഒന്ന് കട്ട് ചെയ്ത് ഒരു ചില്ലിൻ്റെ ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ വേണ്ടത് നമുക്കൊരു മീഡിയം സൈസിലുള്ള സവാളയാണ്. അതും ഇതേപോലെ ഒന്ന് നമുക്ക് ചെറുതായി കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഏത് വെജിറ്റബിളാണോ നമുക്ക് ഇതിനകത്ത് ആഡ് ചെയ്യേണ്ടത് അതിപ്പോൾ നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ക്യാപ്സിക്കവും അതേപോലെ തന്നെ ക്യാരറ്റുമാണ് ചെറുതായി കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെ എരിവിനായിട്ട് ഞാനിവിടെ 2 പച്ചമുളകാണ് എടുക്കുന്നത്. ഇനിയിപ്പോൾ എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ നമുക്ക് പച്ചമുളക് എടുക്കാവുന്നതാണ്. അതേപോലെ തന്നെ ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് മല്ലിയിലയും കൂടെ എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൻ്റെ എരിവിനായിട്ട് ഞാനിവിടെ കുരുമുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത്. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഉപ്പ്, 1/2 ടീസ്പൂൺ സോയാ സോസ്. ഉപ്പ് നമുക്ക് വേണമെങ്കിൽ ടേസ്റ്റ് നോക്കിയിട്ട് നമുക്ക് ബാക്കി ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇതിന് ശേഷം ഞാൻ കുറച്ച് മയോണൈസ്, അതായത് ഒരു 2 ടേബിൾ സ്പൂൺ മയോണൈസ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ കുറച്ച് ചീസ് നമുക്ക് ഓപ്ഷണലാണ്. ഇട്ട് കൊടുത്താൽ ഒരു പ്രത്യേക ടേസ്റ്റും കൂടെ, ഒരു ക്രീമി ടേസ്റ്റും കൂടെ ഈ ഒരു ഫില്ലിങ്ങിന് ഉണ്ടാകും. എന്നിട്ട് നന്നായിട്ട് ഇത് നമുക്കൊന്ന് മിക്സാക്കി കൊടുക്കാം. മയോണൈസും ചീസും നന്നായിട്ട് ഇതിനകത്തേക്ക് മിക്സ് ആകുന്ന വരെ നമുക്ക് ഇത് നന്നായിട്ടൊന്ന് കൂട്ടി യോജിപ്പിച്ച് കൊടുക്കണം കേട്ടോ. അപ്പം നല്ല ടേസ്റ്റുള്ളൊരു ഫില്ലിംഗ് ആണിത്. ഇപ്പോൾ സമൂസക്കാണെങ്കിലും നമുക്ക് ഈ ഒരു ഫില്ലിങ് വെച്ച് നമുക്ക് റെഡിയാക്കാവുന്നതാണ്. നല്ല ടേസ്റ്റാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഫില്ലിംഗ് ആണ് കേട്ടോ. അപ്പോൾ ഇത് റെഡിയാക്കി ഒരു സൈഡിലേക്ക് നമുക്ക് മാറ്റി വെക്കാം. അപ്പോൾ ബ്രെഡ് കൊണ്ടിട്ടാണ് കേട്ടോ ഈ ഒരു സ്നാക്സ് ഉണ്ടാക്കുന്നത്. ഞാനിപ്പോൾ മീഡിയം സൈസിലുള്ള ഒരു 7 ബ്രെഡ് ഇവിടെ എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഓരോ ബ്രെഡ് നമുക്ക് ഇതേപോലെ ഒന്ന് പരത്തിയെടുക്കാം. ബ്രെഡ് പരത്തുമ്പോൾ കുറച്ച് ഹാർഡാണ്, കീറിപ്പോകുന്നുണ്ടെങ്കിൽ ബ്രെഡ് നമുക്കൊരു 2 മിനിറ്റ് ഒന്ന് ആവിയിലൊന്ന് ഇഡിൽ ചെമ്പിൽ വെച്ചൊന്ന് ആവി കയറ്റെടുക്കുകയെന്നുണ്ടെങ്കിൽ നല്ല സോഫ്റ്റായിട്ട് ബ്രെഡ് കിട്ടുകയും ചെയ്യും. നമുക്ക് ഇതേപോലെ പെട്ടെന്നൊന്ന് പരത്തിയെടുക്കുകയും ചെയ്യാം. അപ്പോൾ 7 സ്ലൈസ് ബ്രെഡ് ഞാനിതിവിടെ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ ബ്രെഡിൻ്റെ അരികൊന്നും കട്ട് ചെയ്ത് കളഞ്ഞിട്ടില്ല, കട്ട് ചെയ്യാതെ തന്നെയാണ് ഞാനിത് റെഡിയാക്കുന്നത്. ഇനിയിപ്പോൾ നമ്മൾ റെഡിയാക്കി വെച്ച ഫില്ലിംഗ് അതിനകത്തേക്ക് നിറച്ചിട്ട് ഇതേപോലെ ഒന്ന് റോൾ ചെയ്ത് കൊടുക്കാം. ശേഷം അറ്റത്ത് ഞാൻ കുറച്ച് വെള്ളം വെച്ചൊന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതേപോലെ ഒന്ന് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. നല്ല അടിപൊളിയായിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്നാക്സ് ആണ്. അധികം ടൈമൊന്നും വേണ്ടി വന്നില്ല, മാവ് കുഴക്കേണ്ട ആവശ്യം വന്നില്ല. അതേപോലെ തന്നെ മസാല ആണെങ്കിലും നമുക്ക് വഴറ്റേണ്ട ആവശ്യവും വന്നില്ല. വളരെ ഈസി ആയിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റി. അപ്പോൾ ഇതേപോലെ നമ്മൾ വെള്ളം അരികത്ത് ഡിപ്പ് ചെയ്തിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ എല്ലാ ബ്രെഡും ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ വളരെ പെട്ടെന്ന് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്നാക്സാണിത്. ഇപ്പോൾ ഇതൊന്ന് കോട്ട് ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാൻ ഒരു മുട്ട മിക്സിയിൽ അടിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ബ്രെഡ് ക്രംസും അതേപോലെ തന്നെ കോൺഫ്ലെക്സും ചെറുതായിട്ടൊന്ന് കൈകൊണ്ട് പൊടിച്ചെടുത്തിട്ട് ഇതേപോലെ ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കാണാനും നല്ല ഭംഗിയായിരിക്കും, അതേപോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. വളരെ പെട്ടെന്ന് നമുക്ക് എല്ലാം ഇതേപോലെ ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കാം. കുറഞ്ഞ ടൈം കൊണ്ട് തന്നെ നമുക്ക് ഇതെല്ലാം പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റും. റംലാനിക്കാണെങ്കിലും എണ്ണയിൽ പൊരിക്കാതെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റിയ ഒരു സ്നാക്സാണിത്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം ഒരു തവണയെങ്കിലും. അപ്പോൾ ഇതേപോലെ ഞാനെല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ബ്രെഡ് ക്രംസും അതേപോലെ തന്നെ കോൺഫ്ലെക്സും കൊണ്ട് മുകൾ ഭാഗം ഒന്ന് കോട്ട് ചെയ്തെടുത്തുകൊണ്ട് തന്നെ നല്ല കാണാനും നല്ല ഭംഗിയായിരിക്കും. അതേപോലെ പുറം ഭാഗം നല്ല മൊരിഞ്ഞ് ഇരിക്കും. ഉൾഭാഗമാണെങ്കിൽ നല്ല സോഫ്റ്റ് ആയിരിക്കും കേട്ടോ. നല്ല അടിപൊളി ഫില്ലിംഗ് ആണ് ഇതിന് റെഡിയാക്കിയിരിക്കുന്നത്. അതേപോലെ തന്നെ ഒരു 2 ടീസ്പൂൺ ഓയിൽ മാത്രമേ ഞാനിതൊന്ന്
ജസ്റ്റ് ഒന്ന് പൊരിച്ചെടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് ധൈര്യമായിട്ട് ഉണ്ടാക്കി കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്നാക്സാണ്. അതേപോലെ തന്നെ കുറഞ്ഞ ടൈം നമുക്ക് ഇതിന് ആവശ്യം വന്നുള്ളൂ. അപ്പോൾ ഇത് കാണാൻ നല്ല അടിപൊളിയായിട്ടുള്ള, കഴിക്കാനും നല്ല ടേസ്റ്റുള്ള ഈ ഒരു സ്നാക്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ബോക്സിൽ ഇതിൻ്റെ അഭിപ്രായം പറയണം. അപ്പോൾ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കാം. കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടും. ഓയിലൊന്നും അധികം ഉപയോഗിക്കാത്തത് കൊണ്ട് തന്നെ മുതിർന്നവർക്കും കഴിക്കാൻ പറ്റും. അപ്പോൾ റംലാനിക്കൊക്കെ കുറഞ്ഞ ടൈം കൊണ്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്നാക്സാണ്. ഉൾഭാഗമൊക്കെ കാണാനാണെങ്കിൽ കണ്ടാൽ തന്നെ അറിയാം നല്ല സോഫ്റ്റാണ്, അതേപോലെ തന്നെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഈ ഒരു സ്നാക്സിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അടിയിലുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. വീഡിയോ എന്തായാലും ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് അറിയിക്കുക. അപ്പോൾ എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബായ്.